കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ശ്രീലക്ഷ്മിക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ആ വീഴ്ചയില് ശ്രീലക്ഷ്മിക്ക് അബോർഷനായി. കുഞ്ഞ് നമുക്ക് നഷ്ടപ്പെട്ടു. എന്റെ കൈക്കോട്ടനെ ആലോചിച്ചിട്ട് ഇരട്ട കുഞ്ഞുങ്ങളാകാനാ സാധ്യത. എന്നിട്ട് ഒരാളെ കൊണ്ട് നമുക്ക് IAS എടുപ്പിക്കണം, ഒരാളെ കൊണ്ട് IPS. ഈ ബിസിനസ് ടെൻഷനൊന്നും അവർക്ക് കൊടുക്കണ്ട. ഇനിയുള്ള എൻ്റെ കാത്തിരിപ്പ് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയുള്ളതായിരിക്കണം. തൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ ആരെയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം. ശ്രീലക്ഷ്മി, സർ, എന്നോട് ക്ഷമിക്കണം. ക്ഷമ ചോദിക്കാനുള്ള അർഹത പോലും എനിക്കില്ലെന്നറിയാം. ഇതാരുടെയും തെറ്റല്ലോ ശ്രീലക്ഷ്മി. താൻ വിഷമിച്ചാലോ കരഞ്ഞാലോ നഷ്ടപ്പെട്ടത് നമുക്ക് തിരിച്ചു കിട്ടോ? ഇല്ലല്ലോ. എല്ലാ സങ്കടങ്ങളുടെയും ആകത്തുക രണ്ടക്ഷരത്തിൽ ഒതുക്കാൻ എനിക്കിഷ്ടം. വിധി. ജീവിതത്തെ തകർക്കുന്ന എന്തിനേയും ആ പേര് വിളിച്ചാലേ നമുക്ക് സമാധാനിക്കാൻ പറ്റൂ. എന്റെ ആ ദുർവിധിയില് ഞാൻ പലപ്പോഴും സാറിനെ വലിച്ചിടുന്നുണ്ട്. അതാ എന്റെ വിഷമം. ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടതിന്റെ ഒക്കെ ഓഹരി സാറും ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. എനിക്കറിയാം എല്ലാം സാറ് മനസ്സിൽ ഒതുക്കുന്നതാന്ന്. എനിക്ക് സാറിനെ പലപ്പോഴും പിടിച്ചു നിൽക്കാനാവുന്നില്ല. ഡോക്ടർ പറഞ്ഞു എന്നെ പോലെ അമ്മയാവാൻ കൊതിച്ചിട്ട്, ഒരു കുഞ്ഞിനെ താലോലിക്കാൻ ആഗ്രഹിച്ചിട്ട്, താരാട്ട് പാടി ഓർക്കാൻ കാത്തിരുന്നിട്ട്, എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവുന്ന ധാരാളം പേരുണ്ടെന്ന്. ഇപ്പോ അവരിലൊരാളായിട്ട് ഞാനും മാറി. അല്ല സർ, അങ്ങനെയൊന്ന് ചിന്തിച്ച് മനസ്സ് വിഷമിക്കല്ല ഇപ്പൊ വേണ്ടത്. താൻ എത്രയും വേഗം ഇതിൽ നിന്ന് റിക്കവർ ആണ്. അതിനു വേണ്ടത് മനോധൈര്യമാണ്. സാർ എപ്പോഴും പറയാറില്ലേ സങ്കടപ്പെടരുത്, സന്തോഷായിട്ടിരിക്കണമെന്ന്. എന്റെ മനസ്സ് വിഷമിച്ച അത് നമ്മുടെ കുഞ്ഞിനെ ബാധിക്കും. അതുകൊണ്ട് പറഞ്ഞതല്ലേ. പക്ഷെ ഇപ്പൊ ഈശ്വരൻ നൽകിയ ആ ജീവൻ ഈശ്വരനായിട്ട് തന്നെ തിരിച്ചെടുത്തു. ഇനി എനിക്ക് വിഷമിക്കാം, കരയാം, സ്റ്റെപ്പുകൾ ഓടിക്കയറാം, കൈപ്പേറിയ മരുന്നുകളൊക്കെ ഒഴിവാക്കാം, ഓഫീസിൽ പോവാം, സാറിനോടൊപ്പം യാത്രകൾ പോവാം, അടുക്കള ജോലികളൊക്കെ ചെയ്യാം. ഒന്നിൽ നിന്നും ആരും എന്നെ വിലക്കില്ല. അല്ല സർ?
ഇതിനൊക്കെ എന്ത് മറുപടി പറയണമെന്ന് എനിക്കറിയില്ല ശ്രീലക്ഷ്മി. സർ, സാറിന് ഞാനൊരു ഭാരമാവുന്നുണ്ടോ? വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഞാൻ കാരണം സമാധാനം നഷ്ടപ്പെടുന്നുണ്ടോ സാറിന്റെ? ശ്രീലക്ഷ്മി മതി, താൻ എന്തൊക്കെയാ പറയുന്നത്? താൻ എനിക്ക് ഭാരമല്ല, താനാണ് എനിക്കെല്ലാം. അത് ഇനിയും തനിക്ക് മനസ്സിലായിട്ടില്ലേ? ശ്രീലക്ഷ്മി, എന്താ ഇത്? ശ്രീലക്ഷ്മിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞതല്ലേ? എല്ലാത്തിന്റെ അവസാനം അല്ല ഇത്. ഇതൊരു ഇൻസിഡന്റ് മാത്രമാണ്. ഈ കാര്യത്തെ ഇങ്ങനെ തകർന്നു പോയാ എങ്ങനെ മുന്നോട്ട് ജീവിക്കാനാവും? ഈ കെട്ടിടത്തിന് പുറത്തേക്ക് പോകുമ്പോ ഈ സംഭവം നിങ്ങൾ രണ്ടാളും മറന്നിരിക്കണം. ഒരു അബോർഷൻ കൊണ്ട് തീരുന്നതല്ല സാറിന്റെയും ശ്രീലക്ഷ്മിയുടെയും ജീവിതം. ഇനിയും നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം, പഴയതുപോലെ തന്നെ. ശ്രീലക്ഷ്മി ഇനിയും ഗർഭിണിയാകും, പ്രസവിക്കും, കുഞ്ഞിനെ വളർത്തും. അന്ന് ഈ വിഷമിച്ചതൊക്കെ വെറുതെ ആയിരുന്നു എന്ന് മനസ്സിലാവും. സർ, സാർ ഇവിടെ ഇരിക്കുന്ന സമയത്തോളം ശ്രീലക്ഷ്മി ഓരോന്നോർത്ത് ഇമോഷണൽ ആവും. സോ പ്ലീസ്. സരോജ, ഗായത്രിയമ്മേ, എന്റെ മോള്. ഗായത്രിയമ്മേ, എന്റെ മോള്, അവൾക്ക് എന്താ സംഭവിച്ചത്? അവളെങ്ങനെ വീണത്? ഗായത്രിയമ്മ എന്റെ മോളെ കണ്ടോ? എന്റെ കരിക്കൊത്തിയമ്മ അമ്മയാവാൻ പോകുന്നറിഞ്ഞപ്പോ എന്റെ മോൾക്കുണ്ടായ സന്തോഷം എന്തിനാ തല്ലിക്കെടുത്തിയത്? അതിനു മാത്രം എന്ത് ദോഷം അവള് ചെയ്തത്? സരോജ, നീ എന്തേ കാണിക്കണത്? ആശുപത്രിയാണ്. നമ്മുടെ മോള്. രവി സാറേ, എന്റെ മോളെ എനിക്ക് കാണണം. എവിടെയാ എന്റെ മോൾ? എവിടെയാ സാറേ അവള്? എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. എനിക്ക് കാണണം അവളെ. സരോജമ്മ. രഘു സർ, ഒരു മിനിറ്റ്. സരോജമ്മ. ഡോക്ടറെ, എന്റെ മോള്. എന്താ ഡോക്ടർ? സർ, ഗായത്രി അമ്മയും കൂട്ടി വീട്ടിലേക്ക് പൊയ്ക്കോളൂ. ഇന്നലെ രാത്രി മുതൽ ഇവിടെ നിൽക്കുകയല്ലേ. എല്ലാരും കൂടി ഇവിടെ ഇങ്ങനെ നിന്നാൽ എല്ലാവർക്കും വിഷമം കൂടുകയുള്ളൂ. ശരി ഡോക്ടർ,
ഓക്കെ. നിങ്ങളൊക്കെ പേടിക്കുന്ന പോലെ ഒരു കുഴപ്പമില്ല ശ്രീലക്ഷ്മിക്ക്. ഷീസ് ഫൈൻ. ഇന്ന് തന്നെ വീട്ടിലോട്ട് കൊണ്ടുപോവാം. രവി സർ, ഒന്ന് ക്യാബിന് വരെ വരുമോ? വാ ഇരിക്ക്. സരോജ ഇരിക്ക്. അമ്മേ, ഡോക്ടർ എല്ലാവരും വീട്ടിലോട്ട് പോകാൻ പറഞ്ഞു. സരോജം നമുക്ക് കൂടെ കൊണ്ടുപോവാം. എന്റെ മോള് രേഖയുടെ അമ്മയും നിന്നേ. ഇന്നലെ രാത്രി ഇവിടെ ആരെയോ കണ്ടെന്ന് പറഞ്ഞില്ലേ? ആരായിരുന്നു അത്? അതെനിക്കെങ്ങനെ അറിയാം? ഈ വീട്ടിലല്ലേ ആളെ കണ്ടത്, അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും. ഞങ്ങൾക്കറിയാവുന്ന ആളാണെങ്കിൽ രാത്രിയിൽ കത്തിയും കൊണ്ട് വീട്ടിനകത്തേക്ക് വരേണ്ട കാര്യമില്ല. ഇത്രയും സെക്യൂരിറ്റി ഉള്ള വീട്ടിൽ ആരും കാണാതെ ഒരാൾ എങ്ങനെ വന്നു? അതുകൊള്ളാം. രഘു എന്താ ഈ പറഞ്ഞു വരുന്നത്? ഞാനായിട്ട് ഒരു കള്ളനെ പിടിച്ച് ഇവിടെ കയറ്റിയെന്നോ? അതോ ഇവിടെ സംഭവിച്ച കാര്യങ്ങൾക്കെല്ലാം ഞാനാണ് ഉത്തരവാദി എന്നാണോ? പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ സംശയം ഉണ്ടാവും. ഒരാൾ ഇരുട്ടത്ത് നിൽക്കുക, നിങ്ങളെ കണ്ട ഉടൻ കത്തി വീശുക, നിങ്ങൾ ഓടിയ വഴിക്ക് ഏട്ടത്തി വീണ് അപകടം ഉണ്ടായി. ഇതല്ലേ രേഖയുടെ അമ്മ പറയുന്നത്? അതാണ് നടന്നത്. ഞാൻ മാത്രമല്ലല്ലോ, ശ്രീലക്ഷ്മി ഉണ്ടായിരുന്നല്ലോ. വരുമ്പോ ചോദിക്കുക എന്താ നടന്നേന്ന്. ഗ്രഹപ്പഴയ്ക്ക് ആ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിപ്പോയി. അതിന്റെ പേരിൽ മുഴുവൻ കാര്യങ്ങൾ എന്റെ തലക്കെടുക്കേണ്ട കാര്യം എനിക്കില്ല. അല്ല, എന്തറിഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ക്രോസ് വിസ്താരം ചെയ്യുന്നത്? ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ വീട്ടിലേക്ക് തിരികെ പൊയ്ക്കോളാം. അങ്ങനെ നിങ്ങളുടെ കണ്ണിൽ കരടായിട്ട് എനിക്കിവിടെ കടിച്ചു തൂങ്ങേണ്ട ഒരു കാര്യമില്ല. രേഖയുടെ അമ്മ ഇവിടുന്ന് പോകണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അർത്ഥം എന്തായാലും ഞാൻ ഇവിടുന്ന് പോവും. നാളെ ഇനി ഈ വീട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അരങ്ങേറിയെന്ന് വരും. അന്ന് നിങ്ങൾ എന്നെ തന്നെ സംശയിക്കും. കാരണം ഞാനാണല്ലോ പുറത്തുനിന്നുള്ള ആള്. അതുകൊണ്ട് സ്വരം നന്നായിരിക്കുമ്പോ തന്നെ പാട്ട് നിർത്തിയേക്കാം. മാറി നിൽക്കണേ അങ്ങോട്ട്. രേഖ, തന്റെ അമ്മയോട് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. എന്ത് കാര്യം മനസ്സിലാക്കാൻ? രഘു ഈ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അമ്മയുടെ ഭാഗത്താണ് ന്യായം. രഘു എന്താ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്? ഇതെല്ലാം എന്റെ അമ്മ കരുതിക്കുട്ടി ചെയ്തതാണെന്നോ? ഞാൻ ഒരു സംശയം ചോദിച്ചെന്നല്ലേ ഉള്ളൂ. അതിന്റെ ആവശ്യം എന്തായിരുന്നു എന്നാ ഞാൻ ചോദിക്കുന്നത്. രഘുവിനുള്ള സംശയം വേറെ ആർക്കും ഇവിടെ ഇല്ലല്ലോ. ശ്രീലക്ഷ്മിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ എനിക്കും വിഷമമുണ്ട്. പക്ഷെ കണ്ണടച്ച് എന്റെ അമ്മയ്ക്ക് നേരെ ഒരു മുൻവിധി രഘു എടുക്കരുത്.
രേഖ, ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശം എന്തായാലും രഘു ഇപ്പൊ സംസാരിച്ചത് ശരിയായില്ല. പ്രത്യേകിച്ചും ഇത്രയും വലിയൊരു അപകടം നടന്ന സ്ഥിതിക്ക് വെറുതെ ഒരു സംശയത്തിന്റെ പേരില് എന്റെ അമ്മയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഒരു സംശയം ചോദിച്ചേന് രേഖ എന്തിനാ ഈ രീതിയിൽ പെരുമാറുന്നത്? അവർക്ക് നേരെ കത്തി വീശിയത് ആരാണെന്നേ ഞാൻ ചോദിച്ചോളൂ. രഘു ഈ സംസാരിക്കുന്നതും വാദിച്ച് ജയിക്കാൻ ശ്രമിക്കുന്നതും രഘുവിന്റെ ചേട്ടന്റെ ഭാര്യയ്ക്ക് വേണ്ടിയല്ലേ? ഞാൻ സംസാരിക്കുന്നത് എന്റെ പെറ്റമ്മയ്ക്ക് വേണ്ടിട്ടാ. അപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ സംസാരിച്ചെന്നിരിക്കും. രവി, നീ ശ്രീലക്ഷ്മിയെ കൊണ്ട് വീട്ടിലേക്ക് വെക്കോ. ഇവിടുത്തെ ബില്ലൊക്കെ അടച്ച് ഞാൻ വന്നേക്കാം. നീ ഇങ്ങനെ തകർന്നു മാറിയെന്നാൽ ബാക്കിയുള്ളവരുടെ കാര്യം എന്താവും? ഇപ്പൊ സംഭവിച്ചതൊക്കെ ഒരു ദൈവനിശ്ചയമായി കാണാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. ആ ദൈവനിശ്ചയത്തെ എന്റെ ഗതികേടെന്ന് വേണം വിളിക്കാൻ. അല്ല, നീ എന്തിനിപ്പോ എന്നെ ആശ്വസിക്കുന്ന? കുഞ്ഞു നഷ്ടപ്പെട്ടുകൊണ്ടോ അതോ ശ്രീലക്ഷ്മിയുടെ അവസ്ഥ കണ്ടിട്ടോ? ഇറ്റ്സ് ഹാപ്പൻ ആൻഡ് ഐ അക്സെപ്റ്റഡ് ഇറ്റ്. എന്റെ പ്രശ്നം അതൊന്നും അല്ല രാജാറാം. നീ പറഞ്ഞതുപോലെ ഈ ദൈവനിശ്ചയം ഉണ്ടാകാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന് വേണം എനിക്കിപ്പോ പുനർപരിശോധിക്കാൻ. ഞാൻ പറഞ്ഞത് നിനക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. അമ്മയും ആളുകളും വേണ്ടത്ര സെക്യൂരിറ്റി അവിടെ ഉണ്ടായിട്ടും അപരിചിതനായ ഒരാൾ എങ്ങനെ ഏത് സാഹചര്യത്തിൽ എന്റെ വീട്ടിലേക്ക് കയറി എന്നാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. അതിനുള്ള വ്യക്തമായ ഉത്തരം തരേണ്ടത് നീയാണ്. അല്ലെങ്കിൽ ഇപ്പോ ഈ നിമിഷം നിന്റെ ആൾക്കാർ അവിടെ നിന്ന് മാറണം. പ്രഹസനത്തിന് ശമ്പളം കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല രാജാറാം. ഇനിയും എന്തുറപ്പില്ല നിന്നെയും നിന്റെ ആൾക്കാരെയും വിശ്വസിച്ച് എന്റെ കുടുംബത്തെ അവിടെ താമസിപ്പിക്കുന്ന? എന്ത് സുരക്ഷ നീ അവർക്ക് കൊടുക്കുന്നത്? കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് എന്റെയും ശ്രീലക്ഷ്മിയുടെ മാത്രം കാര്യമാണ്. പക്ഷേ എന്നെ വിശ്വസിച്ച് അവിടെ ജീവിക്കുന്ന അമ്മ, രഘു, അനിയത്തിക്കുട്ടി, രാജലക്ഷ്മി അമ്മ, അവർക്കൊക്കെ വല്ലതും പറ്റി ആരാ സമാധാനം പറയാ? ഈ വീഴ്ചയിൽ ശ്രീലക്ഷ്മിക്ക് വല്ലതും പറ്റിയിരുന്നെങ്കിൽ? വീടിന്റെ മുക്കിനും മൂലയിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നൈറ്റ് വിഷൻ ക്യാമറ, കാവലായി നിന്റെ ആളുകൾ വേറെ. എന്നിട്ടും ഇതിലൊന്നും പെടാതെ കടാരയുമായിട്ട് വീടിനകത്തൊരാൾ കയറിയിരിക്കുന്നെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇക്കാര്യത്തിൽ സങ്കടപ്പെട്ട് കരയുന്ന എല്ലാവരുടെയും ഓരോ തുള്ളി കണ്ണീരിന്റെയും ഉത്തരവാദി നീയാണ്. ഒരു പരിധിവരെ ഞാനും. രവി, നീ പറയുന്നതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ഞാനൊരു ചോദ്യം നിന്നോട് ചോദിക്കട്ടെ. നമ്മുടെ സെക്യൂരിറ്റീസോ വീട്ടിൽ ആരെങ്കിലുമോ കണ്ടാൽ കുഴപ്പക്കാരനല്ലാത്ത ഒരാളാണ് ആ വീട്ടിൽ വന്നതെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരാളാണ് കത്തിയുമായി വന്നയാൾക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തെങ്കിൽ, അതല്ല ഇനി മോഷണത്തിനായി ആരെങ്കിലും വന്നതാണെങ്കിൽ അതിന്റെ ഒരു സൂചനയെങ്കിലും അവിടെ ഉണ്ടാവണ്ടേ? അതുതന്നെയാണ് നടന്ന് നിനക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? നീ ഈ പറയുന്നതെല്ലാം നിന്റെ ഊഹാപോഹങ്ങൾ മാത്രമാണ്. തെളിവുകൾ ഇല്ലാത്തിടത്തോളം കാലം അതിനൊരു കഴമ്പില്ലെന്നുള്ളതാണ് വാസ്തവം. അല്ല, വീടിനകത്ത് ആരെയാണോ നീ ഉദ്ദേശിച്ചത്? എന്റെ അനിയനെയോ അതോ അവന്റെ ഭാര്യയോ? അതോ ഇനി എന്റെ അമ്മയെ തന്നെയാണോ? അതോ രാജലക്ഷ്മി അമ്മയോ? അതോ സർവൻസിനെയോ? സ്വന്തം തെറ്റ് മറച്ചുവെക്കാൻ മറ്റുള്ളവരെ പഴിചാരുകയല്ല വേണ്ടത്. എവിടെയാണ് പാളിച്ച പറ്റിയതെന്ന് സ്വയം മനസ്സിലാക്കണം. മെനഞ്ഞുണ്ടാക്കുന്ന ഊഹങ്ങളല്ല, വ്യക്തത. അതാണ് എനിക്ക് ആവശ്യം. വന്നത് കള്ളനോ കൊലപാതകയോ ചാരനോ അവൻ ആരായിരുന്നാലും 7 ദിവസത്തിനകം വ്യക്തമായ ഒരു ഉത്തരം എനിക്ക് കിട്ടണം. അവനെ മനസ്സിലായോ രാജാറാമിന്?
മനസ്സിലായി രവി. സാർ, ഈ സമയത്ത് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ശരിയാണെന്ന് 100% ഉറപ്പുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. വളച്ചുകെട്ടില്ലാതെ ഞാൻ കാര്യം പറയാം. എന്റെ മോളെ ഇനിയും ആ വീട്ടിലേക്ക് പറഞ്ഞുവിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല.